മക്കളെ, ഇന്ന് നമുക്ക് 5ാം ക്ലാസ്സിന്റെ സെക്കൻഡ് ടേമിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് എക്സാമിന് വരുന്ന അതേ മോഡലാണ്, അതേ ഒരു മോഡലുള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ നിങ്ങൾക്ക് ഒരു പാരഗ്രാഫ് തന്നിട്ട് അതിന് താഴെ ക്വസ്റ്റ്യൻ തരും, എന്നിട്ട് അതിന് ആൻസർ ചെയ്യാനാണ് ഉണ്ടാവുക. രണ്ടാമതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കവിത തരും. കവിത തന്നിട്ട് മിലാൻകരെ ചെയ്യാൻ, അല്ലെങ്കിൽ തന്നിരിക്കുന്ന വരികൾ നോക്കിയിട്ട് അർത്ഥമുള്ള വരി എഴുതാനോ അല്ലെങ്കിൽ അതുപോലെ വേറെ കവിത ഉണ്ടാക്കാൻ, അങ്ങനെയൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ അടുത്തത് മൂന്നാമത്തത് സഹി മിലാനാണ്. സഹി മിലാൻ ഇവിടെ തന്നിരിക്കുന്ന ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് അതിൻ്റെയൊക്കെ പേര് എഴുതി കൊടുക്കുക. പേര് താഴെ തന്നിട്ടുണ്ട്, അതിനനുസരിച്ച് എഴുതാനാണ് ഇവിടെ പറഞ്ഞത് കേട്ടോ. ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 5ാമത്തെ ആക്ടിവിറ്റിയോ, നിങ്ങൾ പഠിച്ച കഥയുണ്ട്, നാരങ്ങയുടെ ഒരു കഥ പഠിച്ചില്ലേ? ആ കഥ ആദ്യം നടന്നത്, പിന്നെ നടന്നത്, അങ്ങനെ ഓർഡർ ആയിട്ട് എഴുതാം, ക്രമത്തിൽ എഴുതാൻ. ഓക്കെ. പിന്നെ ലാസ്റ്റ് 6ാമത്തെ ആക്ടിവിറ്റി ആണ് ചിത്രം നോക്കിയിട്ട് 1 2 3 4 5 വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ എഴുതുക. അത് ഇവിടെ തന്നിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എഴുതാൻ വേണ്ടി പഠിക്കണം. 1 2 3 4 5 എന്ന് നിങ്ങൾ എഴുതാൻ പഠിക്കണം. ഓക്കെ. നമുക്ക് 1ാമത്തെ ആക്ടിവിറ്റി നോക്കാം. एक दिन जंगल में सभी जानवर एक साथ मिलकर खेल रहे थे. നിങ്ങളുടെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ഇതുപോലെയുള്ള സൂചനകൾ നിങ്ങൾ ശരിക്കും വായിക്കുക. ശരിക്കും വായിച്ചതിന് ശേഷം മാത്രമാണ് താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തേണ്ടത്. ഓക്കെ. അപ്പോൾ 1ാമത്തെ ലൈന് നമ്മൾ വായിച്ചു. 1ാമത്തെ സെന്റൻസിൽ എന്താണ് പറയുന്നത്? ഏക് ദിൻ ജംഗൽ മേം, ഒരു ദിവസം കാട്ടിൽ, സബീ ജാൻവർ, എല്ലാ മൃഗങ്ങളും, ഏക് സാത്ത് മിൽക്കർ, ഒന്നിച്ചു ചേർന്ന്, ഗേൽ രഹേതെ, കളിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ദിവസം കാട്ടിലെ എല്ലാ മൃഗങ്ങളും കൂടെ ചേർന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കളിയാണ് കളിക്കുന്നത് എന്ന് നോക്കാം. ജംഗൾ കാ നയാ രാജാ ചുനനെ കാ ഗേൽ ദാ, അതെന്ത് കളിയായിരുന്നു? ജംഗൾ കാ, കാട്ടിൽ, നയാ രാജ, പുതിയ രാജാവിനെ, ചുനനേക്കാ ഗേൽ ദാ, തിരഞ്ഞെടുക്കാനുള്ള കളിയായിരുന്നു അത്. കാട്ടിൽ പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഒരു കളിയായിരുന്നു അത്. ബന്ദർ പേട് സേ ജൂൽത്തെ ഹുയേ ഷേർ കെ പാസ് ഗയ, കുരങ്ങൻ മരത്തിൽ ആടിക്കൊണ്ട് സിംഹത്തിനരികിലേക്ക് ചെന്നു. ആർ ബോല, എന്നിട്ട് പറഞ്ഞു, दौड़ प्रतियोगिता में जो जीतेगा वह जंगल का नया राजा बनेगा. എന്താ പറഞ്ഞത്? ദൗഡ് പ്രതിയോഗിത എന്ന് പറഞ്ഞാൽ ഓട്ട മത്സരം. മത്സരത്തിൽ ആരാണോ വിജയിക്കുന്നത് അവനായിരിക്കും ഈ കാട്ടിലെ പുതിയ രാജാവ്. പ്രതിയോഗിത में हाथी सबसे तेज दौड़ा और जीत गया. ഈ മത്സരത്തിൽ ഹാത്തി വളരെ ശക്തമായിട്ട് ഓടുകയും, തേസ് ദൗഡ, തേസ് എന്ന് പറഞ്ഞാൽ സ്പീഡിൽ ഓടുക, വളരെ സ്പീഡിൽ ഓടുകയും വിജയം കൈവരിക്കുകയും ചെയ്തു. ഹാത്തി ജംഗൾ കാ നയാ രാജാ ബൻ ഗയ, ഹാത്തി കാട്ടിലെ പുതിയ രാജാവായി. और सभी जानवर उसका आदर करने लगे, എല്ലാ മൃഗങ്ങളും അവനെ ബഹുമാനിച്ചു. ജംഗൾ മേ സബി ജാൻവർ ക്യാ കർ രഹേ ഥേ, കാട്ടിൽ എല്ലാ മൃഗങ്ങളും കൂടെ ചേർന്ന് എന്തു ചെയ്യുകയായിരുന്നു? സോ രഹേ ഥേ, ഗേൽ രഹേ ഥേ, ചൽ രഹേ ഥേ, ഗാ രഹേ ഥേ. എന്താണ് നമ്മൾ ഇതിൽ കണ്ടത്? നമുക്കത് മാർക്ക് ചെയ്യാം. എന്താണ് നമ്മൾ കണ്ടത്? एक दिन जंगल में सभी जानवर एक साथ मिलकर गेल रहे थे അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ എന്താണ്? ഗേൽ രഹേ ഥേ. ഇനി അടുത്തത് നോക്കാം. കോൻ പേട് പർ ജൂൾ രഹാദ, ആരാണ് മരത്തിൽ ആടിയത്? ബന്ദർ. നമ്മൾ അത് വായിച്ചില്ലേ? ബന്ദർ അല്ലേ, കുരങ്ങനാണ് മരത്തിൽ ആടിയിട്ട് ആരടുത്തേക്ക് വന്നത്? ഷേറിന്റെ അടുത്തേക്ക് വന്നത് നമ്മൾ പഠിച്ചു അല്ലേ? ജംഗൾ കാ നയാ രാജാ ചുന്നേ കാ ബന്ദർ പേട് സേ ജുൽത്തെ, കണ്ട അതിന്റെ ആൻസർ ഇവിടെ ഉണ്ട്, ബന്ദറാണ്. ഇനി അടുത്തത് നോക്കാം. നയാ രാജാ ചുനനെ കെ ലിയെ കോൺസി പ്രതിയോഗിത ചലായി, പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടി നടന്ന മത്സരം എന്തായിരുന്നു? ദൗഡ് പ്രതിയോഗിത അല്ലേ? നമ്മളിതിൽ വായിച്ചതാണ് ദൗഡ് പ്രതിയോഗിത. എന്താണ്?
ദൗഡ് പ്രതിയോഗിത. ഇനി അടുത്തത് എന്താ? സഹി പ്രസ്താവ് ചുൻകർ ലിഖിയേ. സോറി, ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിന് മുകളിലുണ്ട്. പ്രതിയോഗിതാമേ കോൻ ജീത്ത് ഗയാ. മത്സരത്തിൽ ആരാണ് ജയിച്ചത്? ഷേർ, ബന്ദർ, ഹാത്തി, ജിറാഫ്. സിംഹം, കുരങ്ങൻ, ആന, ജിറാഫ്. ആരായിരുന്നു? ആന അല്ലെ? ആനയാണ് മത്സരത്തിൽ ജയിച്ചത്. സഹി പ്രസ്താവ് ചുൻകർ ലിഖിയേ. ഇനി ശരിയായ പ്രസ്താവന, അതിൽ ശരിയായിട്ടുള്ളത് ഒന്നുണ്ട്, അതാണ് നമ്മൾ എഴുതേണ്ടത്. सभी जानवर नए राजा का अनादर करने लगे. सभी जानवर नए राजा का आदर करने लगे. सभी जानवर नए राजा को प्यार करने लगे. सभी जानवर नए राजा को नफरत करने लगे. എന്താണ്? ആദർ കർണേ ലഗി. നമ്മളിവിടെ പാരഗ്രാഫിൽ അതാണ് വായിച്ചത് അല്ലേ? സബി ജാൻവർ ആദർ കർണേ ലഗി, അതല്ലേ നമ്മൾ വായിച്ചത്? അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം. രണ്ടാമത്തെ ആക്ടിവിറ്റി, കവിതാംശ് പഠിക്കർ സഹി മിലാൻ കരേ. തന്നിരിക്കുന്ന കവിതാഭാഗം വായിച്ചിട്ട് എന്ത് ചെയ്യണം? സഹി മിലാൻ, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞത്, മാച്ച് ചെയ്യാനാണ് പറഞ്ഞത് കേട്ടോ. നമ്മൾ പഠിച്ച കവിതയാണ്. ഹവാ ധൂള് കോ ചേടുക്കെ ബാഗി, सोती धूल अचानक जागी, उड़ी हवा के पीछे पीछे, हवा हो गई धूल के नीचे. നമ്മൾ പഠിച്ച കവിതയാണല്ലേ അത്. അപ്പൊ എന്താണ് ഇവിടെ ചേർക്കാൻ വന്നത് നോക്കാം. ഉടി ഹവ, ഉടി ഹവാക്കെ. ഉടി ഹവാക്കെ കണ്ട് ഇതിൽ ഏതാണ് യോജിച്ചത്, അതാണ് നമ്മൾ വരയ്ക്കേണ്ടത്. മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ തന്ന വരികളിലേക്ക് നോക്കാം. ഉടി ഹവാക്കെ എന്ന് പറഞ്ഞിട്ട് എന്താണ്? പീച്ചേ പീച്ചേ. അപ്പൊ ദാ പീച്ചേ പീച്ചേ ഇവിടെ ഉണ്ടല്ലേ. അപ്പൊ ഉടി ഹവാക്കെ പീച്ചേ പീച്ചേ ഇങ്ങനെ വരയ്ക്ക. ഹവാ ഹോ ഗയി, ഹവാ ഹോ ഗയി പറഞ്ഞിട്ട് എന്താണ്? നിങ്ങൾക്ക് തന്ന വരികളിലേക്ക് നോക്കുമ്പോ ഹവാ ഹോ ഗയി ധൂളുക്കെ നീച്ചേ. അപ്പൊ എന്താണ്? ഇങ്ങനെ വരച്ചു വെക്കുക. ധൂളുക്കെ നീച്ചേ, ഇതിന്റെ അടുത്തേക്ക് വരയ്ക്കട്ടോ. ധൂളുക്കെ നീച്ചേ. പിന്നെ സോറി, ഞാൻ ഹവാ ഹോ ഗയി എന്നാണ്, അത് ഞാൻ വരച്ചേൽ മാറിപ്പോയിട്ടോ. വരച്ചേൽ മാറിപ്പോയതാണ്. നമ്മൾ വരയ്ക്കേണ്ടത് ഹവാ ഹോ ഗയി എന്നാണ്. ഹവാ ഹോ ഗയി അല്ലെ? രണ്ടാമത്തെയാണ്. ഹവാ ഹോ ഗയി ധൂളുക്കെ നീച്ചെ. രണ്ടാമത്താണ് ഹവാ ഹോ ഗയി ധൂളുക്കെ നീച്ചെ. സോത്തി ധൂളിന് മൂന്നാമത്തത്. സോത്തി ധൂൾ എന്താണ്? സോത്തി ധൂള് അചാനക് ജാഗി. സോത്തി ധൂൾ എന്താണ്? അചാനക് ജാഗി. എവിടെ സോത്തി ധൂള്? ഇതൊക്കെയാണ് സോത്തി ധൂള് അചാനക് ജാഗി. കണ്ടോ നിങ്ങളുടെ തന്നിരിക്കുന്ന വരികളില്. അപ്പൊ നമ്മൾ എല്ലാത്തിന്റെ ആൻസർ കണ്ടെത്തി. ഉടി ഹവാക്കെ പീച്ചേ പീച്ചേ, ഹവാ ഹോ ഗയി ധൂള് കെ നീച്ചെ, സോത്തി ധൂള് അചാനക് ജാഗി. ഓക്കെ, ഇനി അടുത്ത നോക്കാം. സൂചന, ധൂള് കെ ബദലെ ഘടാ ജോഡ്കർ കവിത ലിഖേ. നമ്മളിത് ടെക്സ്റ്റ് ബുക്കിലെ ആക്ടിവിറ്റി ആണ് ചെയ്തതാണ്. എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഇതൊരു ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ആയിരുന്നു. ധൂൾ എന്നതിന് പകരം ഘട എന്ന് ചേർത്തിട്ട് കവിത മാറ്റി എഴുതാനാണ് പറഞ്ഞത്. ഇവിടെയൊക്കെ ധൂളുണ്ട്. നിങ്ങൾക്ക് തന്ന വരികളിൽ എന്തുണ്ട്? ധൂൾ എന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്തതുകൊണ്ട് പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ടാവും. ഇവിടെയും ധൂളുണ്ട് അല്ലെ? അപ്പൊ ഈ രണ്ട് ധൂളിനെയും മാറ്റിയിട്ട് പകരം നമ്മൾ എന്ത് കൊടുക്കണം? ഘട എന്ന് കൊടുക്കണം അല്ലെ? ഈ രണ്ട് ധൂളും മാറ്റിയിട്ട് പകരം ഘട കൊടുക്കണം. അപ്പൊ ലഗാ ഘട കോ, കുച്ച് ഹേ ഗഡ്ബഡ്, ഘട ദബ് സേ നീച്ചെ ആയി. ഈ രണ്ട് ധൂളിനെയും ഘടാന്ന് കൊടുത്തിട്ട് ബാക്കി അതുപോലെ എഴുതാം. ഓക്കെ, അതെങ്ങനെയാണ് എഴുതിയതെന്ന് കാണിച്ചു തരാം. അതിന്റെ ആൻസർ, ഫസ്റ്റിലെ ആൻസർ നമ്മൾ നോക്കിയതാണ്. ഒന്നാമത്തെ ആക്ടിവിറ്റി ഗേൽ രഹേദേ, നമ്മൾ നോക്കിയതല്ല ആൻസർ. ഗേൽ രഹേദേ, ബന്ദർ, ദൗഡ് പ്രതിയോഗിത, ഹാത്തി, സബി ജാൻവർ നയെ രാജാക്ക ആദർ കർണേ ലഗേ. നമ്മളിതൊക്കെ നോക്കിയതാണ്. ഇനി ഉടി ഹവാക്കെ പീച്ചേ പീച്ചേ, ഹവാ ഹോ ഗയി ധൂള് കെ നീച്ചേ, സോത്തി ധൂള് അചാനക് ജാഗി. ഇനിയാണ് എന്ത്?
നമ്മൾ കവിതേന്റെ വരികൾ എഴുതണത്. ഗഡ ചേർന്നിട്ട് എഴുതാൻ പറഞ്ഞില്ലേ? ഗഡ ചേർത്തിട്ട് എഴുതിയതാ ലഗാ ഗഡാക്കോ കുച്ച് ഹേ ഗഡ്ബഡ് ഗഡ ദപ്പ് സേ നീച്ചെ ആയി. ബാക്കിയൊക്കെ അതുപോലെ തന്നെ ഗഡ എന്ന് നമ്മൾ പറഞ്ഞ സ്ഥാനത്ത് ചേർത്ത് കൊടുക്കുക. ഓക്കെ, ധൂളിന് പകരം എന്ത് ചേർക്കുക? ഗഡ എന്ന് ചേർത്ത് കൊടുക്കുക. ധൂളിന് പകരം ഗഡ ചേർക്കാനല്ല പറഞ്ഞത്. അപ്പൊ അങ്ങനെ ചേർത്ത് കൊടുക്കുക. നമ്മളെ ക്വസ്റ്റ്യനില് ആ കവിത നമ്മൾ നോക്കിക്കഴിഞ്ഞു. ധൂളിന് പകരം ഗഡ കൊടുത്തിട്ട് ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റിയാണ്. നിങ്ങൾ തന്നിരിക്കുന്ന ഈ പിക്ചർ നോക്കിയിട്ട് നേരെ വരയ്ക്കുക, അല്ലെങ്കിൽ തന്ന താഴെ എഴുതിയ നോക്കിയിട്ട് വരച്ചാലും മതി. താഴെ എഴുതിയ നോക്കി വരയ്ക്കുകയാണെങ്കിൽ ഇത് ബന്ദറാണ്. ബന്ദർ ഇതാ ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത് ഗിൽഹരിയാണ്. അപ്പൊ ഈ അണ്ണാൻ അതിന്റെ പേര് നിങ്ങൾ തരികയാണെങ്കിൽ ഇവിടെ ഗിൽഹരി ഉണ്ട്. അതെങ്ങനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ വരച്ചെടുക്കാം. ഗിൽഹരി ഗിൽഹരി അതല്ല, ഗിൽഹരി വരയ്ക്കുമ്പോ മാറിപ്പോയതാണ് കേട്ടോ. ഗിൽഹരി ഏതാണ്? ഗിൽഹരി നമുക്ക് നേരതാ അതാ ഗിൽഹരി. ഇതാണ് ഗിൽഹരി. അടുത്തത് ചിടിയാണ്. ചിടിയ ഇങ്ങനെ നോക്കിയിട്ട് ഇതാ ചിടിയ, ഇതാണ് ചിടിയ. അടുത്തത് എന്താണ്? കേക്കട. ഞണ്ടിന് എന്താ പറയാ? കേക്കട. അതൊക്കെയാണ് കേക്കട. പിന്നെ എന്താണ്? തിത്തലിയാണ് അല്ലേ? തിത്തലി ഇതാ ഇങ്ങനെ വന്നിട്ട് ഇവിടെയാണ് തിത്തലി ഉള്ളത്. തിത്തലി. പിന്നീടോ ബന്ദറാണ്. ബന്ദർ. ബന്ദറിനെ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം. ബന്ദർ. ബന്ദർ രണ്ടറ്റത്തായി പോയില്ലേ ബന്ദർ? ഒരറ്റത്ത് എഴുതിയതും ഒരറ്റത്ത് ബന്ദറും ഇരിക്കുന്നുണ്ട്. ദാ ബന്ദർ. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെയാണ് ബന്ദർ വരുന്നത്. ഓക്കെ, ഇതാണ് ബന്ദർ. അങ്ങനെ ഞങ്ങൾ സഹി മിലാൻ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ ആക്ടിവിറ്റിയാണ്. पेड़ लगाएं हरियाली फैलाएं സന്ദേശ് जोड़कर പോസ്റ്റർ തയ്യാർ करें. നിങ്ങളോട് പേട് ലഗായം ഹരിയാലി ഫൈലായം കണ്ട അവിടെ ഒരു സെന്റൻസ്. ആ സെന്റൻസ് തന്നെ നിങ്ങൾ എഴുതിയാൽ മതി പോസ്റ്റർ ഉണ്ടാക്കാൻ പറയുമ്പോൾ. നിങ്ങൾക്ക് പോസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് അതിൻ്റെ മാർക്ക് വാങ്ങാൻ പറ്റും. ഏത് വായിക്കാൻ അറിയാത്ത കുട്ടികൾക്ക് പോലും മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് എന്ത്? പോസ്റ്റർ ഉണ്ടാക്കുക എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങളൊരു ബോക്സ് ഇങ്ങനെ വരയ്ക്കണം. നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ നിങ്ങൾ ബോക്സ് വരയ്ക്കുക. ബോക്സ് വരച്ചിട്ട് ഇവിടെ തന്നിരിക്കുന്ന സെന്റൻസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഒരു സെന്റൻസ് തരും. ആ സെന്റൻസ് എടുത്തിട്ട് നിങ്ങൾ വരച്ച ബോക്സിലേക്ക് എഴുതാം. മനസ്സിലായോ? അങ്ങനെ കറുപ്പിച്ചിട്ട് തരും ഒരു സെന്റൻസ്, നല്ല കടുപ്പത്തിൽ എഴുതിയിട്ട് തരും. അപ്പൊ ഈ സെന്റൻസിനെ നിങ്ങൾ എടുത്തിട്ട് എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ബോക്സിലേക്ക് എഴുതാം. പിന്നെ ഇവിടെ എന്ത് ചെയ്യണം? ഒരു മരത്തിന്റെ പിക്ചർ വരയ്ക്കുക. എന്ത് ചെയ്യാ? ഒരു മരത്തിന്റെ പിക്ചർ നിങ്ങൾ രസകരമായിട്ട് സുന്ദരമായിട്ട് വരയ്ക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു മരത്തിന്റെ പിക്ചർ വരയ്ക്കുക. പിന്നീട് എന്ത് ചെയ്യുക? ഈ തന്നിരിക്കുന്ന സെന്റൻസും ആ ബോക്സിന്റെ ഉള്ളിലേക്ക് എഴുതുക. അപ്പൊ നമ്മൾ പോസ്റ്റർ റെഡിയായി. ഓക്കെ, ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി നോക്കാം. കഹാനി കി ഘടനാവോ കോ ക്രമബന്ധ് കരേ. താഴെ തന്നിരിക്കുന്നത് ഒരു കഥയുടെ ലൈനുകളാണ്, സെന്റൻസുകളാണ്. കഥ അത് ഓർഡർ ആയിട്ടല്ല തന്നിരിക്കുന്നത്. നമുക്ക് അത് എന്ത് ചെയ്യണം? ഓർഡർ ആക്കിയിട്ട് എഴുതണം. ബാലുവിനെ സന്തരേക്കോ ഫേങ്ക് ദിയ. ബാലു നാരങ്ങ വലിച്ചെറിഞ്ഞു. ദോനോ സന്തരെ ഗൂബ് ഹൻസേ. രണ്ട് നാരങ്ങക്കും വളരെയധികം ചിരിച്ചു. ദോ സന്തരെ ഗൂബിനെ നികലെ. അപ്പൊ ഇതാണ് ആദ്യം എഴുതണ്ടല്ലേ. രണ്ട് നാരങ്ങകൾ എന്ത് ചെയ്തു? രണ്ട് നാരങ്ങകളും കൂടി കറങ്ങാൻ ഇറങ്ങി. അതാണ് ഒന്നാമത്തത്. പുറത്തേക്ക് ഇറങ്ങി, അവര് കറങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇനി അടുത്ത ബാക്കി രണ്ടെണ്ണം കൂടെ നമുക്ക് വായിച്ചു നോക്കാം. സന്തരേക്ക് രസ് സേ ആങ്കോമേ ജലൻ ഹുയി. നാരങ്ങയുടെ നീര് കണ്ണിലായപ്പോ കണ്ണെന്ത് ചെയ്തു? എരിയാൻ തുടങ്ങി. ബാലു സന്തരേക്കോ ഗാനേ വാലാത. ബാലു നാരങ്ങ കഴിക്കാൻ പോവുകയായിരുന്നു. നാരങ്ങ എടുത്തിട്ട് തിന്നാൻ പോവുകയായിരുന്നു. ആര്? ബാലു.
അപ്പൊ അതാണ് 2 ല്ലേ. രണ്ടാമത്തത് 2 നാരങ്ങകളോടെ നടക്കാൻ ഇറങ്ങിയ നാരങ്ങകളെ കണ്ട ബാലു അതെടുത്ത് കഴിക്കാൻ പോയി. കഴിക്കാൻ പോയപ്പോ എന്തുണ്ടായി? സന്തരയ്ക്ക് രസസെ ആങ്കോമേ ജലൻ ഹുയി. കഴിക്കാൻ വേണ്ടിയിട്ട് മുറുകെ പിടിച്ചതാണല്ലേ. അപ്പൊ എന്താ ഉണ്ടായത്? നാരങ്ങേന്റെ നീര് കണ്ണു പോയിട്ട് കണ്ണെരിയാൻ തുടങ്ങി അല്ലെ. അതാണ് മൂന്നാമത് സംഭവിച്ച കാര്യം. നാലാമതോ, ബാലുവിനെ സന്തരയൊക്കെ ഫേങ്ക് ദിയ. ദേഷ്യം വന്ന ബാലു എന്ത് ചെയ്തു? ആ സന്തരെ നാരങ്ങ എടുത്ത് ഫേങ്ക് ദിയ, എറിഞ്ഞു. ദോനോ സന്തരെ ഗൂബ് ഹൻസേ. 2 നാരങ്ങകളും വളരെയധികം ചിരിച്ചു. നമ്മുടെ ബാലുവിന് പറ്റിയ അമളി ഓർത്ത് 2 നാരങ്ങകളും വളരെയധികം ചിരിച്ചു. പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി 2 പേരും. അപ്പൊ ഇങ്ങനെയാണ് ഓർഡർ ആയിട്ട് എഴുതുക. ആദ്യം നിങ്ങൾ ഈ സെന്റൻസ് എഴുതണം. ദോ സന്തരെ ഗൂമനെ നികലെ എന്ന് ഫസ്റ്റ് എഴുതുക. രണ്ടാമത് ബാലു സന്തരേക്കോ ഗാനെ വാലാദ രണ്ടാമത്തെ സെന്റൻസ് എഴുതുക. മൂന്നാമത് സന്തരേക്ക് രസസെ ആങ്കോമേ ജലൻ ഹുയി എന്ന് എഴുതുക, മൂന്നാമത്തെ സെന്റൻസ്. നാലാമത്തെ സെന്റൻസ് ബാലുവിനെ സന്തരേക്കോ ഫേങ്ക് ദിയ. 5 ദോനോ സന്തരെ ഗോബ് ഹൻസേ. ഇങ്ങനെയാണ് ഈ സെന്റൻസ് ഓർഡർ ആയിട്ട് എഴുതേണ്ടത്. 1 2 3 4 5 അങ്ങനെ ഓർഡർ ആയിട്ട് എഴുതാം. അത് എഴുതിയത് കാണിക്കാം. ദോ സന്തരെ ഗൂമനെ നികലെ. ബാലു സന്തരേക്കോ ഗാനെ വാലാ ഥാ. संतरे के रस से आंखों में जलन हुई. बालू ने संतरे को फेंक दिया. दोनों संतरे खूब हंसे. ഓക്കെ, ഇനി അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. കഹാനിന്റെ ഘടന നമ്മൾ ക്രമബന്ധ ചെയ്തു. ഇനി ലാസ്റ്റ് ആക്ടിവിറ്റി ആണ് അല്ലെ, ഗതിവിധി. 6ാമത്തെ ആക്ടിവിറ്റി ആണ്. സൂചന, ചിത്ര ദേഖേ ഓർ ഖാലി സ്ഥാൻ വരെ. ചിത്രം നോക്കൂ, കാലിയായ സ്ഥലം നിറയ്ക്കൂ. അതായത് കാലിയായ സ്ഥലത്തിൽ എന്തെങ്കിലും എഴുതണം. എന്താണ് എഴുതേണ്ടത് എന്ന് വെച്ചാൽ ശരിയായിട്ട് എഴുതണം. ഇത് ഒരു ആനയാണ് അല്ലേ, ഏക്ക് ഹാത്തി. ഇത് ഒരാനയാണ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ ഏക്ക് എന്ന് എഴുതണം. ഓക്കെ, ഇവിടെ ഏക്ക് എന്ന് എഴുതാം. 1 2 3 4 5 നിങ്ങൾ പഠിച്ചതാണ്. അതൊന്നും കൂടെ നിങ്ങൾ പഠിച്ചു വെക്കുക. നിങ്ങളുടെ ബുക്കിലുണ്ട്, നോക്കിയിട്ട് പഠിച്ചു വെക്കുക. ഇവിടെ ഏക്ക് എന്ന് എഴുതി. പിന്നെന്താണ്? 2 എണ്ണം ഉണ്ട് അല്ലേ. അവിടെ എന്ത് എഴുതി? അവിടെ ദോ എന്താണ് എഴുതിയത്? ഇവിടെ ദോ എന്ന് എഴുതി. അടുത്തത് എന്താ? തീൻ ആണ് അല്ലേ. തീൻ. താന്ന് എഴുതുക, ഈ ചിഹ്നം ഇടുക, നാന്ന് എഴുതുക. അപ്പൊ എന്താണ്? തീൻ. തീൻ എന്ന് എഴുതാം. പിന്നീട് അടുത്തത് ചാറാണ്. ചാർ. ചാന്ന് എഴുതിയിട്ട് ചാ പിന്നെ ര അല്ലേ. ചാർ എന്താണ് വായിക്കുന്നത്? ചാർ എന്നാണ് വായിക്കുന്നത്. അടുത്തത് പാഞ്ച്. പാഞ്ച് 5 എണ്ണാണ്. പാഞ്ച് തോത്തേ. നേരത്തെ നമ്മളിവിടെ ദോ ഷേർ ആണ് അല്ലെ. ഷേർ. ഷേർ പറഞ്ഞ ആരാണ്? സിംഹം. ദോ ഷേർ 2 സിംഹം. 2 സിംഹങ്ങളാണത്. 2 സിംഹങ്ങൾ. ദോ ഷേർ. തീൻ ഗായേ 3 പശുക്കൾ. എന്താണ് ഇവിടെ ഉള്ളത്? 3 പശുക്കൾ. 3 കുതിരകൾ. ചാർ ഗോഡെ 4 കുതിരകൾ. എന്താണ്? ചാർ ഗോഡെ 4 കുതിരകൾ. പിന്നീട് പാഞ്ച് 5 ആണ്. 5 തത്തകൾ. പാഞ്ച് തോത്തെ 5 തത്തകൾ. ഓക്കെ, ഇത്രയാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന വർക്ക്. വളരെയധികം സിമ്പിൾ ആയിട്ടാണ് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ വന്നാൽ സുഖകരമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും. അത്രയ്ക്ക് സിമ്പിൾ ആണ്. ഇവിടെ പാഞ്ച്. പാഞ്ച് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. 1 2 3 4 5 ഒക്കെ. അതൊക്കെ നിങ്ങളൊന്ന് എഴുതി പഠിക്കണം, നിർബന്ധമാണ്. പാഞ്ച്. അപ്പൊ ഇനി ഇത് എഴുതിയത് കാണാം നമുക്ക്. ഇതിന്റെ ആൻസർ എഴുതിയത് ഈ കഹാനിക്ക് ഘടന ക്രമബന്ധം നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ ആൻസർ എഴുതിയത് നമുക്ക് നോക്കാം. ലാസ്റ്റ് ആൻസർ എഴുതിയത് കണ്ട. സഹി ഉത്തർ
लिखने के लिए कहो അതായത് ശരിയായ ഉത്തരം എഴുതാൻ വേണ്ടി പറഞ്ഞതാണ് സഹി ഉത്തർ ലിഖ എന്നാണ് മുകളിൽ എഴുതിയത്. ആറാമത്തെ ആക്ടിവിറ്റിയിൽ ഏക്ക് കണ്ട ഏക്ക് ദോ തീൻ ചാർ പഞ്ച്. ഓക്കെ, മനസ്സിലായില്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്? വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യനൊക്കെ ഒന്ന് വായിച്ചു നോക്കിയാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യനാണ് ഹിന്ദി. ഹിന്ദി ആർക്കും പ്രയാസമുള്ള രീതിയിലല്ല, ഒരു പ്രയാസവുമില്ലാത്തൊരു സബ്ജക്റ്റാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഹിന്ദി. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് വായിക്കുക, വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം എഴുതുക. ഓക്കെ, അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് വായിച്ച് നല്ല രീതിയിൽ എക്സാം എഴുതി നല്ല വിജയം കൈവരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് എക്സാമിന് ശേഷം നമുക്ക് ബാക്കി ചാപ്റ്ററുകൾ തുടങ്ങാം. ഓക്കെ.